കൊച്ചിനോട് പറഞ്ഞു നമ്മൾ ട്രാപ്പിൽ പെട്ടുപോയി മോനെ. എന്നാ ട്രാപ്പാ പപ്പ? എന്നാൽ ഈ ബാങ്കുകാർ നമുക്കിനി പൈസ കിട്ടണ ഇച്ചിരി പാടാണ്. എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. മമ്മിയാണ് ആശുപത്രിയിലും. എനിക്ക് തന്നെ പോയി ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ എന്ന് പറഞ്ഞു. വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു ആൾ. ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 1.5 വർഷമായി ഞങ്ങൾ വെള്ളയാങ്കുടിയിലെ സ്ഥലം, വെള്ളയാങ്കുടി കഞ്ഞിക്കുഴിയിലൊരു സ്ഥലവുമായിട്ട് വെച്ചുമാറ്റത്തിൻ്റെ കേസ് വന്നായിരുന്നു. അപ്പം ഞങ്ങൾ ബാങ്കിൽ നല്ല നിക്ഷേപം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അഡ്വാൻസ് പൈസ കൊടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും അവർ അഡ്വാൻസ് പൈസ തരാൻ പറ്റത്തില്ല, ഇപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് സെക്രട്ടറിയും വേറെ ബോർഡ് മെമ്പറും കൂടെ വന്ന് സംസാരിച്ചു. പക്ഷെ അങ്ങനെ നമുക്ക് സാധിക്കുകയില്ല, അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല, അഡ്വാൻസ് എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് അഡ്വാൻസിന് വേണ്ടി നമ്മൾ പുറകെ നടന്ന് 10 ലക്ഷം രൂപ വേണ്ടെടുത്ത് 3 ലക്ഷം രൂപ തന്നു. 3 ലക്ഷം രൂപ കൊടുത്ത് ആദ്യം നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ആ സ്ഥലക്കച്ചവടം മാറിപ്പോകുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് മാറിപ്പോകുന്ന അവസ്ഥയിലോട്ട് വന്നപ്പോൾ ഞങ്ങളും പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടെ ബാങ്കിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് അതായത് 60 ലക്ഷത്തിന് മുകളിൽ നമ്മുടെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പൈസ ചോദിക്കുന്നത്. അങ്ങനെ സ്ഥലക്കേസ് കുറേ നാളുകൊണ്ട്, അതായത് 2-3 മാസം കൊണ്ട് ഞങ്ങൾക്ക് അവർ കുറച്ച് പൈസ തന്ന് ആദ്യത്തെ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസയും പിന്നെ മേപ്പണം കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസയും കൂടെ കുറേ നാളോടി പല പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാണ് നമുക്കത് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ അവിടെ നിക്ഷേപിക്കുന്നതിൽ ഞങ്ങൾക്ക് അത്ര ഒരു താല്പര്യമില്ലാത്ത രീതിയിലായി. കാരണം ബാങ്കിന് എന്തെങ്കിലും ഒരു പന്തികേടുണ്ടാവുമെന്ന് സാവു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത്. അങ്ങനെ പിന്നെ ഞങ്ങളോട് പറഞ്ഞു, ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ 1 വർഷം കൊണ്ട് ഇത് സെറ്റിൽ ചെയ്തേക്കാം, നിങ്ങളുടെ പൈസ മുഴുവൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ 5 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ മാസം ചെല്ലുമ്പം 5 ലക്ഷവും തന്നില്ല, ഒരു പൈസയും തന്നില്ല. അന്നേരത്തേക്കും ബോർഡ് മെമ്പേഴ്സ് പിന്നെയും മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വെച്ച് മാസം തരാമെന്ന് പറഞ്ഞു. ആ 3 ലക്ഷം ഞങ്ങൾ സമ്മതിച്ചു. കാരണം ബാങ്കിന് വല്ലാത്ത അവസ്ഥയാണ്, ബാങ്ക് പൈസ മുഴുവൻ ലോണായിട്ട് കൊടുത്തേക്കാണ്, അത് പിരിഞ്ഞു കിട്ടുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ സമ്മതിച്ചു, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെല്ലാം നമ്മൾ സമ്മതിച്ചു. 3 ലക്ഷം രൂപ വീതം മാസം തന്നേക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൽ ഞങ്ങൾ പോന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് സത്യം പറയുവാണെങ്കിൽ ജനുവരി മാസം ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ തന്നവർ. അത് കഴിഞ്ഞ് ഫെബ്രുവരി തൊട്ട് 3 ലക്ഷം പോയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്ത ബോർഡ് മീറ്റിംഗായി. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് നമ്മൾ വീട്ടിൽ കാരണന്മാർ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അതായത് കിടന്ന കിടപ്പിലാണ് അമ്മച്ചി 1.5 വർഷമായിട്ട്. അമ്മച്ചിയെ ഇട്ടേച്ച് ചാച്ചനെ ഇട്ടിട്ട് 93 വയസ്സുള്ള ചാച്ചനെ ഇട്ടേച്ചാണ് ഞാൻ ഈ ബാങ്കിൽ പോയി താമസിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പോയി ചോദിക്കുമ്പോൾ നടന്നില്ല. എനിക്ക് വിഷമം കയറി പല പ്രാവശ്യം ഞാൻ കരഞ്ഞിറങ്ങി പോരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അവരുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം തിരിച്ചു വന്നു കഴിയുമ്പം പിന്നെയും അവർ സാവു അന്നേരത്തേക്കും ബാങ്കിൽ വരും. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് 2 ദിവസം കൊണ്ട് പിന്നെ നാളെ കഴിഞ്ഞ് അങ്ങനെ ഓരോ ദിവസം നീട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ച് പൈസ ആദ്യം കിട്ടിയത്. പിന്നെ അവർ ഈ ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് 1 ലക്ഷം രൂപ വെച്ച് തരാൻ പറഞ്ഞു. ഒരു ബോർഡ് മെമ്പർ പറഞ്ഞതാണ് 1 ലക്ഷം രൂപ നിങ്ങൾ അതും കൊണ്ട് സംതൃപ്തിപ്പെടുക, 1 ലക്ഷം രൂപ വെച്ച് അങ്ങ് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 1 ലക്ഷം രൂപ വെച്ച് തന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം പിള്ളേരുടെ പഠിത്തം പല കാര്യങ്ങൾക്കായിട്ട് നമ്മളിട്ടിരുന്ന പൈസയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ വെച്ച് ലാസ്റ്റ് ഞങ്ങളത് സമ്മതിക്കേണ്ട ഗതികേട് വന്നു. അവർ പറഞ്ഞു ഓണസദ്യ പോലും ഞങ്ങൾ ഉണ്ടിട്ടില്ല, അത്രയും ഞങ്ങൾ അവസ്ഥയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒത്തിരി പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. ലാസ്റ്റ് 1 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും കൂടെ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. 1.25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഞങ്ങളെ അപമാനിച്ചിട്ടുണ്ട്, ശരിക്കും നാണം കെടുത്തി വിടുന്ന അവസ്ഥ. സാവുവും വരും, ഞാനും വരും. സാവു പല പ്രാവശ്യം പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേറെ ആൾക്കാരോട് പറഞ്ഞാലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമല്ലേ, ആ സ്ഥാപനം നിലനിന്ന് പോകണം, നമ്മളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഞാനതിന് പരമാവധി സാവിനെ പിടിച്ചു നിർത്താൻ നോക്കി. എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി ഞാൻ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 30-ാം തീയതി ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയും ഒന്നെങ്കിൽ 5-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി അങ്ങനെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. സമയം 2 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ 2 തൊട്ട് 5 വരെ അവിടെ കുത്തിയിരിക്കേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ മാനേജ് ചെയ്ത് ഒരു 1.5 വർഷമായിട്ട് ഞങ്ങൾ ഈ ബാങ്കിൻ്റെ പുറകെ ഓടുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി കേസിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു.
ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പക്ഷേ 2 വർഷം കഴിയാതെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് 2 വർഷം കഴിഞ്ഞാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്ന് പെട്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. അപ്പം ഇൻഷുറൻസ് ഇല്ലെന്ന് ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോയ വഴി അറിഞ്ഞതുകൊണ്ട് ബാങ്കിൽ കയറി 4 മണിയായപ്പോൾ ചെന്നു. 5 മണി വരെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു പൈസ ഉണ്ടാകുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പൈസ കുറച്ച് കെട്ടി വെക്കണ്ടേ, ഓപ്പറേഷൻ്റെ കേസിന് വേണ്ടിയിട്ടും ആയിട്ടും 2 ലക്ഷം രൂപയോളം വേണമെന്ന് പറഞ്ഞു. എങ്ങനെയായാലും 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പൈസയും തരാനിപ്പോൾ സാധിക്കുകയായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് സാവു ഞങ്ങൾ പോയി അഡ്മിറ്റായി കഴിഞ്ഞ് സാവു ബാങ്കിൽ വന്ന് ചോദിച്ചിട്ട് ഒരു പരിപാടിയും നടക്കാതെ വന്നപ്പോൾ മൂത്ത കൊച്ച് അവൻ ചെന്ന് റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് പ്രധാനമാണ്, അമ്മയുടെ ജീവൻ എനിക്ക് രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് 40,000 രൂപ അവർ വൈകുന്നേരം അവൻ്റെ റിക്വസ്റ്റ് കൊണ്ട് മാത്രം 40,000 രൂപ തന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഒരു 40,000 കൂടി തന്നു. 80,000 രൂപ തന്നു. ഈ 80,000 രൂപയും കൊണ്ട് ഞങ്ങളുടെ ഓപ്പറേഷൻ നടക്കുകയില്ല. ഞങ്ങൾക്കൊരു 1.25 ലക്ഷം 2 ലക്ഷമൊക്കെ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ്റെ തന്നെ 95,000 രൂപയാവും. പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടി അത്രയും ആവുമെന്ന് പറഞ്ഞു. സാവു ആകെ ടെൻഷനിലായി. പൈസ നമ്മൾ ആകെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് ഈ ബാങ്കിലാണ്. പൈസ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കഷ്ടപ്പെട്ടത്, അത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് ഓസ്ട്രേലിയയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് അതുപോലെ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്. സാവുവിന് വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ എല്ലാ മാസവും ഈ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം സാവു പൈസ ചോദിക്കാൻ ചെന്നു. 10 മണിയായപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പം ബിനോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ പുള്ളി പറഞ്ഞു പോടാ പുല്ലേന്ന് പറഞ്ഞു. പോടാ പുല്ലേന്ന് പറഞ്ഞ് തള്ളി വിട്ടു എന്നാണ് സാവു പറഞ്ഞത്. തള്ളി വിട്ടു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് 2 സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ വേറെ പുള്ളിക്കാരിയുണ്ട്. അവർ രണ്ടും കൂടെ ചൂടായി ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ചു. അത് സാവിന് ഭയങ്കര ഷോക്കായിപ്പോയി. സാവു എന്നോട് വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അന്ന് മൊത്തം രാത്രി ഉറങ്ങിയിട്ടില്ല. 10:30 ആയപ്പോൾ വിളിച്ചു. ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം അവർ പറഞ്ഞു അക്കൗണ്ടിലേക്ക് ഒരു 3 മണിയാകുമ്പോഴത്തേനും ഒരു കുറച്ച് പൈസ ഇടാവോ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് 3 മണിയായപ്പോഴും ഇവർ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടില്ല. അന്നേരം സാവു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ട്. ബിനോയിയെ തല്ലിയല്ലടാന്ന് ചോദിച്ചു. സാവു പറഞ്ഞു എനിക്ക് അങ്ങനെ ആരെയും തല്ലാനും അറിയത്തില്ല, ഞാൻ അങ്ങനത്തെ ഒരാളുമല്ലെന്ന് പറഞ്ഞു. താൻ അന്ന് ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു തരാം VR സജിഡിയിലാണ്. സൈസാറിൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സൈസാർ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ തൻ്റെ പേര് കേസൊന്നും കൊടുക്കുന്നില്ല, തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ സാവിൻ്റെ മൊബൈലിലുണ്ട് കംപ്ലീറ്റ്. തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വിഷമവും മാനസികമായിട്ട് തരിപ്പണമായി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞു നമ്മൾ ട്രാപ്പിൽ പെട്ടുപോയി മോനെ. എന്നാ ട്രാപ്പാവപ്പ. അന്നേരം ഈ ബാങ്കുകാർ നമുക്കിനി പൈസ കിട്ടണ ഇച്ചിരി പാടാണ്, എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, മമ്മിയാണ് ആശുപത്രിയിലും, എനിക്ക് തന്നെ പോയി ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനെ എന്ന് പറഞ്ഞു. വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു ആട്. അത് കഴിഞ്ഞ് സംഘത്തിന് പോയപ്പോഴാണേലും ഭയങ്കര മാനസിക വിഷമമായിരുന്നെന്ന് കൊച്ചു പറഞ്ഞു. പക്ഷെ എന്താണെന്ന് നമുക്കറിയത്തില്ല. വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 100% ഭയപ്പാടുണ്ടായിരുന്നു. 100% ഭയപ്പാടുണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നു സംസാരിച്ചത്. അത് കഴിഞ്ഞ് 10:30 ആയപ്പോൾ ഞങ്ങൾ വിളിച്ചു. ഞാനും എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ ചേച്ചിയും കൂടെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു സാവിനോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനും കൂടെ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2 മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം, ഞാനും കൂടെ വന്ന് നമുക്ക് സംസാരിക്കാം, പൈസയുടെ കാര്യത്തിൽ പേടിക്കാതെ പൈസയുടെ. അപ്പം സാവു പറയുന്നത് എന്നെ അതുപോലെ അവർ എന്താണ് ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരവും അതുപോലെ എനിക്ക് ഹരാസ്മെൻ്റായി എന്ന് പറഞ്ഞു. എനിക്ക് പൈസയുടെ അല്ല കൂടുതൽ പ്രശ്നം വന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ജോയ് വെട്ടിക്കുഴി സാർ പിന്നെ കാണാതാവുന്നത് ജോയ് വെട്ടിക്കുഴി സാറിനോട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ജോയ് സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ അന്നും തലേ ദിവസവും പറഞ്ഞു ജോയ് സാറുമായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പോയി. അന്നേരം ഞാൻ പറഞ്ഞു നമ്മളൊരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ എളുപ്പമുണ്ട്, ഒത്തിരി പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് അത് മോശമാണ്. ഞാൻ എപ്പോഴും അത് തടഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സാവു പലരെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനതെല്ലാം
എങ്ങനെയായാലും അത് സ്ഥാപനം നിന്ന് പോയിട്ട് നമ്മളായിട്ട് അത് നശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ വന്നുകൊണ്ട്, ഓപ്പറേഷൻ്റെ ഇത് വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് 10 വർഷമായിട്ട് ബ്ലീഡിങ് പ്രോബ്ലവും അങ്ങനെ പല പ്രശ്നങ്ങളും, പനിയും ചുമയും എല്ലാം ആയി തീർന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നു. അങ്ങനെ പോയാണ് സാബു ഭയങ്കര നിരാശയിലായിപ്പോയി.